ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് സേമിയയും ചവരിയും കൂടെ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായി ലഭിക്കുന്നത്. ചവരി ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഇതിനായിട്ട് 1/4 കപ്പ് ചവരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായി വാഷ് ചെയ്ത ശേഷം വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അരമണിക്കൂറാവുന്ന വരെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം ഒന്ന് ബോയിലായി വരണം. ഇപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയം സേമിയ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ച സേമിയയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് സേമിയയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച ചവരി കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം വറുത്ത ശേഷമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര എല്ലാം മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടി കുറച്ചെടുക്കാവുന്നതാണ്. അരി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പാല് ഈ സമയം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇപ്പോൾ പാലിലും സേമിയയിലെല്ലാം നന്നായി പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇനി 1-2 സെക്കൻഡ് കൂടെ ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും എല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് 2 ഏലക്കായയും അല്പം പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് വരുന്നുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്ത ശേഷം നെയ്യിലൊന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഫ്രൈ ചെയ്തിടണം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് എല്ലാം ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി പായസത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സെമിയും ചവരിയും വെച്ചിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.